ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ US ഇറാൻ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു യുദ്ധം തീരുമെന്നുള്ള ഒരു ന്യൂസുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം ക്രൂഡ് ഓയിൽ $100 പെർ ബാരലിന് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് ഒരുപാട് ഈ നിഫ്റ്റി 50യിലും നിഫ്റ്റി നെക്സ്റ്റ് 50യിലെല്ലാം തന്നെ ഒരുപാട് റീസ്ട്രക്ചർ ഉണ്ട്. TVS മോട്ടേഴ്സ് സെൻസെക്സിൽ ഉൾപ്പെടും. അദാനി എൻ്റർപ്രൈസസ് സെൻസെക്സിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ തന്നെ റീഷഫിളിംഗ് നടക്കുന്നുണ്ട്. അംബുജ സിമെൻറ്റ്, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്, കോൾഗേറ്റ് പാമോലിവ് തുടങ്ങിയ കമ്പനീസ് BSE 100 ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും. അശോക് ലൈലാൻഡ്, പേടിഎം, CG പവർ തുടങ്ങിയ കമ്പനീസ് ഈ ഒരു നിഫ്റ്റി 100ലേക്ക് ജോയിൻ ചെയ്യും. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4654 സ്പൈക്ക് ചെയ്തു. സിൽവർ സ്പൈക്ക് ചെയ്തു 3%. ബിറ്റ് കോയിൻ 77,000 ബ്രന്റ് ഓയിൽ കാണാം $96 പെർ ബാരലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 100 താഴെ പോയി 116 വരെ പോയതായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി കാണാം 23,971 ഇപ്പോൾ ഓപ്പണിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്, നാസ്ഡാക്ക് ഫ്യൂച്ചറും പോസിറ്റീവാണ്, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവാണ്. ഏറ്റവും താഴെ കാണാം US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു. ഇത് USലെ ADR സ്റ്റോക്കാണ്. ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് നടത്തിയത്. എന്നിരുന്നാലും കൂടിയും ഈ FISൻ്റെ ഇപ്പം നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നിഫ്റ്റി മുന്നേറി. ഈ ഹയർ ലെവലിൽ ഈ ഹയർ പ്രൈസിൽ ഇത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ FISൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ FISൻ്റെ ആ ഒരു സപ്പോർട്ട് കൂടി തീരും. ഈ ഒരു മാസം FIS 32,228 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. FISൻ്റെ ആക്ടിവിറ്റീസ് ഇതാണ്. ചില ദിവസങ്ങളിൽ മെയ് 18, 15, 14 ദിവസങ്ങളെല്ലാം തന്നെ ബൈയിങ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഓൾ ടുഗദർ അവർ സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. പ്രധാനമായിട്ടും ആരതി ഫാർമ, ആദിത്യ ബിർള ഫാഷൻ, അജ്മീറ റിയാലിറ്റി, അമരരാജ എനർജി ബാറ്ററി കമ്പനി, കൂടാതെ തന്നെ BCL ഇൻഡസ്ട്രീസ്, BGR എനർജി സിസ്റ്റം, ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് നമ്മുടെ കോഴിക്കോടും കൊച്ചിയിലെയും ക്ലാസ്സുകൾ, ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഈ വീക്കെൻഡാണ് ഉള്ളത്. നിങ്ങൾക്ക് ഉടനെ തന്നെ ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ബേസിക്കിൻ്റെയും ക്ലാസ്സുകൾ കൊച്ചി, കോഴിക്കോട് നടക്കുന്നുണ്ട്. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം ഹിൻഡൽകോ ഇൻഡസ്ട്രീസാണ്. ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ്, നെറ്റ് പ്രോഫിറ്റ് 88% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. 1,561 കോടി രൂപയിൽ നിന്ന് 2,934 കോടി രൂപയിലേക്ക് ഉയർന്നു. ടോറൻറ്റ് ഫാർമ ഇവർ നെറ്റ് പ്രോഫിറ്റ് 27% ഇടിഞ്ഞു. എന്നാൽ ഇവരുടെ റവന്യൂ 42% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഡിവിസ് ലാബ് നെറ്റ് പ്രോഫിറ്റ് 13% ഉയർന്ന് 751 കോടി രൂപ കരസ്ഥമാക്കി. ഐഷർ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്ന് 1,520 കോടി രൂപ കരസ്ഥമാക്കി. RBL ബാങ്ക്, എമറൈറ്റ്സ് NBD RBL ബാങ്കിൻ്റെ സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നുണ്ട്. അത് RBL തന്നെ അപ്രൂവ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ലുപ്പിൻ പുതിയ മെഡിസിൻ ചൈന ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു എന്നുള്ള ന്യൂസ്. NTPC ഗ്രീൻ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 15% ഡിക്ലൈനാണ് ആയിട്ടുള്ളത്. എന്നാൽ റവന്യൂ ഉയർന്നു. കൊൽറ്റാപ്പട്ടെ ഡെവലപ്പേഴ്സ് കമ്പനി നെറ്റ് ലോസിലാണ് കമ്പനി ഉള്ളത്. 15 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 65 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനിയായിരുന്നു. രാംകോ സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 31 കോടി രൂപയിൽ നിന്ന് 146 കോടി രൂപ കരസ്ഥമാക്കി. ഇൻഡിഗോ പെയിൻറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, 1.4% ഉയർന്നിട്ടുണ്ട്. സ്റ്റെർലൈറ്റ് ടെക്നോളജി കമ്പനി ഇവർക്കൊരു പുതിയ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. TVS ഇലക്ട്രോണിക്സ് കമ്പനി ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, ഇത്തവണ പ്രോഫിറ്റിലായിട്ടുണ്ട്. 2 കോടി രൂപ പ്രോഫിറ്റ്. ഗ്രീൻലൈം ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ 2 കോടി രൂപയിൽ നിന്ന് 39 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി
190 കോടി രൂപയിൽ നിന്ന് 270 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. ബിർള കേബിൾ ഒരു കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. നാരായണി ഹൃദാലയ കമ്പനി 197 കോടി രൂപയിൽ നിന്ന് 228 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു മാർക്കറ്റ് ദിവസം ഇന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.